നമസ്കാരം. പ്രധാന വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. സമൂഹത്തോടുള്ള സേവനമാണ് 100 വർഷം പിന്നിടുന്ന RSSന്റെ ലക്ഷ്യമെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേർക്കർ. തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അവസാനിപ്പിക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. വിദ്യാലയങ്ങളിൽ സാനിറ്റേഷൻ കോംപ്ലക്സിനായി 45 ലക്ഷം രൂപയുടെ പദ്ധതിയുമായി മുരിയാട് ഗ്രാമപഞ്ചായത്ത്. വാർത്തകൾ വിശദമായി. സമൂഹത്തോടുള്ള സേവനമാണ് 100 വർഷം പിന്നിടുന്ന RSSന്റെ ലക്ഷ്യമെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേർക്കർ. ഇരിങ്ങാലക്കുട സേവാഭാരതിയുടെ ക്യാൻസർ മുക്ത നഗരസഭ പദ്ധതിയുടെ ഉദ്ഘാടനവും പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്കായി ലഭിച്ച ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങളുടെ സമർപ്പണവും മുനിസിപ്പൽ ടൗൺ ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ 100ാം വാർഷികത്തിൽ ആഘോഷങ്ങൾക്കല്ല, മറിച്ച് സമൂഹത്തിനായി ഇനിയും ഒട്ടേറെ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ടെന്ന തിരിച്ചറിവാണ് RSS പ്രവർത്തകർക്കുള്ളത്. ദേശീയ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളിലൂടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനാണ് ശ്രമിക്കുന്നത്. വർദ്ധിച്ചുവരുന്ന ക്യാൻസർ രോഗികളുടെ എണ്ണം ആശങ്കപ്പെടുത്തുന്നതാണ്. പരിശോധനകളിലൂടെ ആരംഭഘട്ടത്തിൽ തന്നെ രോഗനിർണയം നടത്തി പ്രതിരോധിക്കാൻ കഴിയണം. ഇരിങ്ങാലക്കുട സേവാഭാരതി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് രാജ്ഭവന്റെ പൂർണ്ണ പിന്തുണയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേർക്കർ വാഗ്ദാനം ചെയ്തു. ഇരിങ്ങാലക്കുട സേവാഭാരതി പ്രസിഡന്റ് നളിൻ ബാബു എസ് മേനോൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരുവനന്തപുരം RCCയിലെ ഡോക്ടർ രാജീവ്, 6000ഓളം മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച ജോൺസൺ കൊലങ്കണ്ണി, താലൂക്ക് ആശുപത്രിയിൽ 18 വർഷമായി സേവാഭാരതി നടത്തുന്ന അന്നദാനത്തിന് നേതൃത്വം നൽകുന്ന അവിട്ടത്തൂർ സ്വദേശി രാമൻ എന്നിവരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേർക്കർ ആദരിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, RSS ഉത്തര പ്രാന്ത കാര്യവാഹക് PN ഈശ്വരൻ, സേവാഭാരതി ജില്ലാ പ്രസിഡന്റ് PN ഉണ്ണിരാജ, ഡോക്ടർ രാജീവ്, ജോൺസൺ കോലങ്കണ്ണി എന്നിവർ പ്രസംഗിച്ചു. സേവാഭാരതി സെക്രട്ടറി V സായിറാം സ്വാഗതവും ട്രഷറർ I രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. RSS राष्ट्रीय स्वयंसेवक संघ, these days राष्ट्रीय स्वयंसेवक संघ or RSS is very much in limelight or discussion, because it is completing 100 years of its existence. But what does that exactly mean? RSS is not celebrating it in a very big way. Just do this, yes, we have completed 100 years now. Let us celebrate, let us enjoy some parties, give some parties, and we go for a party. Do some dances. Let us have DJ for this. Nothing of that sort by the RSS, because RSS is meant for this particular seva of the country, seva of the people of this country. That is what RSS wants. Celebrating 100 years is not a big thing for RSS. RSS has never thought that we want to celebrate 100 years or 200 years of existence. But the people, the workers of RSS who are full-timers and who are the officers of RSS, they always feel pain in their heart, because so far we have not been able to do much work for the people. Even after completing 100 years, we could not do much work. തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അവസാനിപ്പിക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇരിങ്ങാലക്കുട ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. എടക്കുളം ചെമ്പഴന്തി ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ ട്രഷറർ KR സീത സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ VA മനോജ് കുമാർ, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KR വിജയ, പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS തമ്പി, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വത്സല ബാബു, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV ജിനരാജദാസൻ എന്നിവർ പ്രസംഗിച്ചു. വിജയലക്ഷ്മി വിനയചന്ദ്രൻ, കവിത സുരേഷ്, ഷീജ ജോയ്, അംബിക പള്ളിപ്പുറത്ത് എന്നിവരടങ്ങിയ പ്രസീഡിയമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിച്ചത്. ഭാരവാഹികളായി സജിത ഷേബർ സെക്രട്ടറി, ഷീജ ജോയ് പ്രസിഡന്റ്, വിജയലക്ഷ്മി വിനയചന്ദ്രൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു.
പറക്കട്ടെ ഞങ്ങളെയാകെ നയിക്കും പതാക ഇൻക്ലാബ് സിന്ദാബാദ് മഹിളാ അസോസിയേഷൻ സിന്ദാബാദ് ദേശീയ സമ്മേളനം സിന്ദാബാദ് ആദർശാത്മകമായ അന്തരീക്ഷത്തിലേക്ക് വളരാനുള്ള സാധ്യത മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിൽ അത്തരം സ്ത്രീ പുരുഷ തുല്യതയെ പറ്റിയുള്ള ആലോചനകൾ വളരെ നല്ല നിലയിൽ നടക്കുകയും അതിനു വേണ്ടുന്ന പ്രായോഗിക പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ആ സമൂഹങ്ങളിൽ പ്രായേണ നേട്ടങ്ങൾ കൈവരിക്കാനും മനുഷ്യ വിമോചനത്തിൻ്റെ പാതയിൽ സ്ത്രീയും പുരുഷനും ഒന്നിച്ചണിനിരന്നുകൊണ്ട് മാത്രമേ യഥാർത്ഥ സമഭാവനയിൽ അധിഷ്ഠിതമായൊരു സമൂഹം സാക്ഷാത്കരിക്കാനാകൂ എന്ന കാഴ്ചപ്പാട് ഉറക്കെ പ്രഖ്യാപിക്കാനുമെല്ലാം സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് വികസിത മുതലാളിത്തത്തിൻ്റെ സാമ്പത്തിക നയങ്ങൾ നടപ്പായിക്കൊണ്ടിരിക്കുന്ന മിക്കവാറും രാജ്യങ്ങളിൽ സ്ത്രീകളുടെ സാമൂഹ്യ പദവി രണ്ടാംകിടയായി തുടരുന്നു എന്ന് മാത്രമല്ല, വ്യത്യസ്തങ്ങളായ ചൂഷണങ്ങൾക്കും അസമത്വങ്ങൾക്കും വിവേചനങ്ങൾക്കുമെല്ലാം വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാലയങ്ങളിൽ സാനിറ്റേഷൻ കോംപ്ലക്സിനായി 45 ലക്ഷം രൂപയുടെ പദ്ധതിയുമായി മുരിയാട് ഗ്രാമപഞ്ചായത്ത്. ക്ലീൻ മുരിയാട് പദ്ധതിയുടെ ഭാഗമായി മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും സാനിറ്റേഷൻ കോംപ്ലക്സുകൾ നിർമ്മിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് 45 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. തുറവൻകാട് ഊക്കൻ മെമ്മോറിയൽ LP സ്കൂൾ, പുല്ലൂർ SNBS LP സ്കൂൾ, ആനന്ദപുരം ഗവൺമെന്റ് UP സ്കൂൾ, ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ, മുരിയാട് AUPS എന്നിവിടങ്ങളിലാണ് സാനിറ്റേഷൻ കോംപ്ലക്സുകൾ നിർമ്മിക്കുക. ഗ്രാമപഞ്ചായത്ത് ശുചിത്വ മിഷൻ, സ്കൂൾ വിഹിതം എന്നിവ സംയോജിപ്പിച്ചുകൊണ്ടാണ് പദ്ധതിക്കുള്ള ധനസമാഹരണം നടത്തുന്നത്. നിർമ്മാണം പൂർത്തീകരിച്ച 3 വിദ്യാലയങ്ങളിലെ സാനിറ്റേഷൻ കോംപ്ലക്സുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി വിദ്യാലയങ്ങൾക്ക് സമർപ്പിച്ചു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം നിജി വത്സൻ അധ്യക്ഷത വഹിച്ചു. തുറവൻകാട് ഊക്കൻ മെമ്മോറിയൽ LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം റോസ്മി ജയേഷ് അധ്യക്ഷത വഹിച്ചു. പുല്ലൂർ SNBS LP സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം നികിത അനൂപ് അധ്യക്ഷത വഹിച്ചു. അനന്തമായ സാധ്യതകളുള്ള മേഖലയാണ് സിനിമയെന്നും ക്ലാസിക് ചിത്രങ്ങളുടെ കാഴ്ചകൾ വ്യത്യസ്തമായ ദേശക്കാഴ്ചകളിലേക്കും സംസ്കാരങ്ങളിലേക്കുമുള്ള യാത്രയാണെന്നും സംവിധായകൻ ജിതിൻ രാജ് അഭിപ്രായപ്പെട്ടു. സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടികളുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട നഗരസഭ, ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ചലച്ചിത്രാസ്വാദന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് KR വിജയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫിലിം സൊസൈറ്റി രക്ഷാധികാരി PK ഭരതൻ മാസ്റ്റർ, PTA പ്രസിഡന്റ് ജയ്ഫിൻ ഫ്രാൻസിസ്, ഡോക്ടർ മോഹനകൃഷ്ണൻ, രാധാകൃഷ്ണൻ വെട്ടത്ത്, MR സനോജ് മാസ്റ്റർ, പ്രധാന അധ്യാപിക സിസ്റ്റർ സുദീപ, അധ്യാപകരായ PA ആൻസി, ലിജോ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ഇറാനിയൻ ചിത്രമായ ചിൽഡ്രൻ ഓഫ് ഹെവൻ, ഡോക്യുമെന്ററികളായ ദി എലിഫന്റ് വിസ്പറേഴ്സ്, നമ്മുടെ വീട് ഒരു പൂങ്കാവനം എന്നിവ പ്രദർശിപ്പിച്ചു. ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും സന്തോഷം ഉള്ള ദിവസം എന്താണെന്ന് വെച്ചാൽ ഇന്നിവിടെ ഈ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ ഏറ്റവും മഹത്വപൂർവ്വമായിട്ടുള്ള കാര്യം തന്നെയാണ്. എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ വരികയാണെങ്കിൽ നമ്മുടെ പഠനകാലത്ത് നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഒരു മുഹൂർത്തമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എന്താ പറയുക, ആ കാലഘട്ടത്തിൽ ഇത്രത്തോളം സോഷ്യൽ മീഡിയ ഒന്നുമില്ല. അന്ന് നമുക്കൊരു സിനിമ കാണണമെങ്കിലൊക്കെ നമ്മൾ ഇപ്പം എനിക്ക് മുമ്പുണ്ടായിരുന്ന നവീൻ ചേട്ടനാണെങ്കിലും അല്ലെങ്കിൽ വിജയമ്മയാണെങ്കിലും ഭരതൻ സാറൊക്കെ അതിൽ കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഒരു സിനിമ കാണാനായിട്ട്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലച്ചിത്ര ആസ്വാദന ശില്പശാലയാണ്. അതായത് ചലച്ചിത്രം അത് നമ്മൾ എന്താ പറയുക, നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന സിനിമകൾക്ക് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ നമ്മളൊരു വെറുതെ സമയം കളയാൻ വേണ്ടി കാണുന്ന സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഒരു സിനിമ എത്രത്തോളം ആസ്വാദനമായിട്ട് നമ്മൾ ആ സിനിമേനെ ആസ്വദിക്കണം, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് പിന്നിലുള്ള എത്രത്തോളം വലിയ എഫേർട്ടുകളുണ്ട്,
അല്ലെങ്കിൽ നമ്മൾ കാണുന്ന സിനിമകളുടെ നമ്മുടെ ശീലങ്ങളെയൊക്കെ മാറ്റി ഉറയ്ക്കുന്ന സിനിമകളാണ് നമ്മൾ കാണേണ്ടത് എന്നൊക്കെയുള്ള ബോധ്യം വരുത്താൻ കൂടിയാണ് ഈ ഒരു പരിപാടി വയ്ക്കുന്നത്. അതിൽ ഏറ്റവും സന്തോഷം ഇരിങ്ങാലക്കുട നഗരസഭാ തലത്തിലും അതോടൊപ്പം തന്നെ ഇരിങ്ങാലക്കുട ഫിലിം സൊസൈറ്റി, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭരതൻ മാഷാണെങ്കിലും നവീൻ ചേട്ടനാണെങ്കിലും അതിൻ്റെ മറ്റു ഭാരവാഹികളൊക്കെ എല്ലാ ആഴ്ചയിലും സിനിമയൊക്കെ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. ഇരിങ്ങാലക്കുട കൈരളി നാട്യകലാക്ഷേത്രത്തിന്റെ 43-ാം വാർഷികാഘോഷ പരിപാടികൾ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. SNBS സമാജം പ്രസിഡന്റ് NB കിഷോർ കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്രഹ്മകുമാരി വാസന്തി ബഹൻജി അനുഗ്രഹ പ്രഭാഷണം നടത്തി. മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, KC ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ MP ജാക്സൺ, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി, കാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത്, മുനിസിപ്പൽ കൗൺസിലർ സന്തോഷ് ബോബൻ, രമേശൻ നമ്പീശൻ, KU അനീഷ്, TG ഷിബിൻ, റഷീദ് കാറളം, അരുൺ ഗാന്ധിഗ്രാം എന്നിവർ ആശംസകൾ നേർന്നു. മുരിയാട് മുരളീധരൻ സ്വാഗതവും ഉമാശങ്കർ M നന്ദിയും പറഞ്ഞു. നമ്മുടെ മൃഗീയ വാസനകളും വലിയ ചോദനകളും എല്ലാം വിമലീകരിച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നന്നായി ഉപയോഗിക്കാവുന്ന കലയുടെ മേഖലയിലേക്ക് ഒരുപാട് കുട്ടികളെ കൈപിടിച്ച് കൊണ്ടുവരികയാണ് മുരിയാട് മുരളീധരൻ മാഷ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ഓട്ടമുള്ള എല്ലാ കൂടൽമാണിക്യ ഉത്സവവേളകളിലും വളരെ നല്ല നിലയിൽ തന്നെ അരങ്ങേറാറുണ്ട്. അത് കാണാനാണ് എൻ്റെ കഥകളിയാസന്റെ മക്കളും ഫ്രണ്ടിൽ തന്നെ മുൻവശത്ത് തന്നെ പോയി ഇരിക്കാറുണ്ട്. മുരിയാട് എന്ന ഗ്രാമം എനിക്ക് യഥാർത്ഥത്തിൽ പരിചിതമാകുന്നത് മുരിയാട് മുരളീധരൻ എന്ന പേരിലൂടെയാണ് എന്നുള്ളതാണ് വാസ്തവം. സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കുമ്പോൾ മുരിയാട് എന്ന ഗ്രാമത്തെ ഞാൻ മനസ്സിലാക്കുന്നത് മാഷിലൂടെയാണ് എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള മുരിയാട് മുരളീധരൻ മാഷ് നമ്മുടെ രാജ്യത്ത് തന്നെ നൃത്തവേദിയിൽ ഏറ്റവും അധികം അറിയപ്പെടുന്ന ലോക പ്രശസ്ത നർത്തകി പത്മഭൂഷൺ ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ അനുഗ്രഹിച്ച ശിഷ്യം കൂടിയാണ് എന്നുള്ളത് സ്വാഭിമാനം ഈ വേദിയിൽ ചൂണ്ടിക്കാണിക്കും. ഏഷ്യ കപ്പ് അണ്ടർ-16 വനിതാ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായ ഇന്ത്യൻ ടീം അംഗം അദീന മറിയം ജോൺസനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ആദരിച്ചു. തൃശൂർ റൂറൽ ജില്ലയിലെ കൊരട്ടി ലിറ്റിൽ ഫ്ലവർ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അദീന. ഏഷ്യ കപ്പ് അണ്ടർ-16 വനിതാ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ഇന്ത്യൻ ടീമിലെ ഏക മലയാളിയാണ് അദീന മറിയം ജോൺസൺ. നെടുങ്കുന്നം പതാലിൽ ജോൺസൺ തോമസിന്റെയും അനു ജോൺസന്റെയും മകളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. സമൂഹത്തോടുള്ള സേവനമാണ് 100 വർഷം പിന്നിടുന്ന RSSന്റെ ലക്ഷ്യമെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേർക്കർ. തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അവസാനിപ്പിക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. വിദ്യാലയങ്ങളിൽ സാനിറ്റേഷൻ കോംപ്ലക്സിനായി 45 ലക്ഷം രൂപയുടെ പദ്ധതിയുമായി മുരിയാട് ഗ്രാമപഞ്ചായത്ത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.